കേരള വെറ്റിറിനറി ആൻഡ് അനിമൽ സയൻസ് ക്യാമ്പസ് പൂക്കോട് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 17-ാം തീയതി തൂങ്ങിയ നിലയിൽ ഹോസ്റ്റൽ ബാത്റൂമിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് ചാനൽസിലായാലും ഇപ്പം ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന്, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം, അവരെ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു വലിയ കൂട്ടം മൃഗങ്ങൾ എന്നും പറയാൻ സാധിക്കില്ല, ക്രൂരമൃഗങ്ങളുണ്ട്, ഈ നികൃഷ്ടമായിട്ടുള്ള ജീവികൾ, അങ്ങനെയുള്ള കുറെ ആളുകൾ ചേർന്ന് കൊന്നു എന്ന് വേണം ശരിക്കും പറയാൻ. ഇപ്പൊ നമ്മൾ TV ചാനൽസ് ആയാലും ന്യൂസ് ചാനൽസ് ആയാലും യൂട്യൂബ് ഓപ്പൺ ചെയ്താലും അതിനെപ്പറ്റിയുള്ള വാർത്തകളും സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛന്റെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ഒരു 5-10 ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയി സിദ്ധാർത്ഥിനെ വയനാട്ടിൽ നിന്ന് എറണാകുളം വരെ സിദ്ധാർത്ഥ് എത്തിയപ്പോഴാണ് കോളേജിൽ നിന്ന് ബെസ്റ്റ് ഫ്രണ്ട്സും റൂംമേറ്റ്സും ആയിട്ടുള്ള ആ സഹപാഠി വിളിച്ചിട്ട് തിരിച്ച് കോളേജിലേക്ക് വരണമെന്ന് പറയുന്നതും, അങ്ങനെ എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥ് തിരിച്ച് കോളേജിലേക്ക് വരികയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ ഞാൻ തിരിച്ച് ഇതുപോലെ അത്യാവശ്യമായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോവുകയാണ്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടേ ഞാൻ വരുമെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥ് വരുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചുവരവിൽ സിദ്ധാർത്ഥ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത് തന്റെ അവസാനത്തെ യാത്രയാണെന്നുള്ളത്. അങ്ങനെ തിരിച്ച് കോളേജിലെത്തുന്നു. പിന്നീടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അതിനിടയ്ക്ക് മറ്റു കുറെ ആളുകൾ ഇത് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാനും വെളുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതൊരിക്കലും റാഗിങ് അല്ല, കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്ന് നമുക്കിതിനെ പറയാനുള്ളൂ. നികൃഷ്ടമായിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം. ഇതിനെ നമുക്കൊരിക്കലും റാഗിങ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ റാഗിങ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 1975-ലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെരാഡിനിയ, അവിടെയാണ് 1975 ആദ്യത്തെ റാഗിങ് റിപ്പോർട്ട് ചെയ്യുന്നത്. 22 വയസ്സുള്ള ഒരു ഫീമെയിൽ സ്റ്റുഡന്റ്, രൂപ രത്നസീലി എന്ന് പറയുന്ന സ്റ്റുഡന്റ്, ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ബോഡി പാരലൈസ്ഡ് ആയി പോവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. അവിടെ ആ പെൺകുട്ടിയുടെ സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള റാഗിങ് സഹിക്ക വയ്യാതെ ഏകദേശം 26 വർഷങ്ങൾക്ക് ശേഷം 2001 ഓൾ ഓവർ ഇന്ത്യ റാഗിങ് എന്ന് പറയുന്ന ഒരു സാധനം സുപ്രീം കോർട്ട് ബാൻ ചെയ്തു. 1975 മുതൽ 2001 വരെ റാഗിങ്ങിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. 2001 ഓൾ ഓവർ ഇന്ത്യയിൽ റാഗിങ് ബാൻ ചെയ്തിട്ടും വീണ്ടും റാഗിങ്ങിന് ഒരു കുറവും ഉണ്ടായില്ല. 2009 ധർമ്മശാലയിൽ ഒരു മെഡിക്കൽ കോളേജിൽ അമാൻ ഖച്രു എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് വീണ്ടും റാഗിങ്ങിന് ഇരയാവുകയും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 2009 ഈ ഒരു മരണം കൂടി ആയപ്പോൾ വീണ്ടും കോർട്ട് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമനിർദ്ദേശം കൊടുത്തു, റാഗിങ്ങിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ഒരു വിധത്തിലുള്ള മാറ്റവും പിന്നീടും അതിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ദിവസം വരെയും റാഗിങ് നടന്നുകൊണ്ടിരിക്കുന്നു. 2009 കോർട്ട് ഇറക്കിയ ഒരു നിർദ്ദേശപ്രകാരം റാഗിങ് നടത്താൻ പ്രേരിപ്പിക്കുക, റാഗിങ്ങിനെ സഹായിക്കുക, റാഗിങ്ങിന് കുറ്റകരമായ ഗൂഢാലോചന നടത്തുക, റാഗ് ചെയ്യാനായി നിയമവിരുദ്ധമായി കൂട്ടം കൂടുകയും ലഹളയുണ്ടാക്കുകയും ചെയ്യുക, റാഗിങ്ങിന് വേണ്ടി പൊതുശല്യം ഉണ്ടാക്കുക, ഒരു വ്യക്തിയുടെ മാന്യതയ്ക്കും ധാർമ്മികതയ്ക്കും റാഗിങ് വഴി ഭംഗമുണ്ടാക്കുക, ശാരീരികമായ മുറിവുണ്ടാക്കുകയോ മുറിവിനോ അതുപോലുള്ള പരിക്കിനോ ഇടയാക്കുക, തെറ്റായ വിലക്കുകളും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുക, മറ്റ് രീതിയിലുള്ള നിരോധനങ്ങൾ റാഗിങ്ങിന്റെ പേരിൽ നടപ്പാക്കുക, കുറ്റകരമായ ബലപ്രയോഗം നടത്തുക, ലൈംഗികമായ പീഡനം, അപഹരണം, കവർച്ച, ബലപ്രയോഗം, കുറ്റകരമായ കടന്നുകയറ്റം, ഒരാളുടെ സ്വഭാവഹത്യ, വിരട്ടൽ, ഭയപ്പെടുത്തൽ, മുകളിൽ പറഞ്ഞ ഏതെങ്കിലുമോ എല്ലാമോ ആയ കുറ്റകൃത്യങ്ങൾ ഒരു ഇരയ്ക്കെതിരെ പ്രയോഗിക്കുക, ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം, റാഗിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റേത് കൃത്യവും നിർവഹിക്കുക, ഇതെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് 2009 കോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള റാഗിങ് നിയമങ്ങളുമുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 1998 ദ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് വന്നിട്ടുണ്ട്. ഇത് കോളേജിൽ മാത്രമല്ല ആപ്ലിക്കബിൾ. സീനിയർ ആണെന്നുള്ള ആ ഒരു പേരിൽ അല്ലെങ്കിൽ ആ ഒരു റാഗിങ്ങിന്റെ ഫോമിൽ കോളേജിനകത്തോ കോളേജിന് പുറത്തോ ക്യാമ്പസിന് പുറത്തോ വെച്ച് ചെയ്താലും അത് റാഗിങ്ങിന്റെ പരിധിയിൽ തന്നെ പെടുന്ന കുറ്റകൃത്യമാണ്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ റാഗിങ് എന്ന കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 2 വർഷത്തിനു മുകളിൽ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് റാഗിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഏകദേശം 31 സ്റ്റുഡൻസ് ആണ് റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അതിനു മുമ്പുണ്ടായിരുന്ന സമയത്തെക്കാളും റാഗിങ്ങിന്റെ അളവിൽ ഒരുപാട് കുറവ് വന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തി. എന്നാൽ കേരളത്തിൽ 2016 35 കേസസ് ആയിരുന്നു ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് 2017 ആയപ്പോഴത്തേക്കും ഏകദേശം 10-15 കേസുകൾ കൂടെ കൂടിയിട്ട് ഏകദേശം 50-നടുത്ത് കേസുകളായി. സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും
വ്യക്തമായിട്ട് പറയാം, ഏറ്റവും കൂടുതൽ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു നികൃഷ്ട പ്രവൃത്തിയിൽ ഇൻവോൾവ് ആവുന്നത് നമ്മൾ മലയാളികളാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ റാഗിങ് ചെയ്യുന്ന ആളുകൾ ഈ മലയാളികൾ തന്നെയാണ്. കാരണം ഞാൻ കേരളത്തിന് വെളിയിൽ പോയി പഠിച്ച ഒരാളാണ്. തമിഴ്നാട്ടിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ +2 കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോവുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതും കേരളത്തിന് വെളിയിൽ പോകുന്നതാണ് ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ സീറ്റ് കിട്ടിയാലും നമ്മൾ കേരളത്തിൽ പോകാറില്ല, കേരളത്തിന് വെളിയിൽ പോകണം. അപ്പോഴാണ് അത് ശരിക്കും അപ്പോഴേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആ ഒരു ധാരണയൊക്കെ. അത് പോയിട്ടുള്ള ആളുകൾക്ക് പിന്നീട് അത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഒഴുക്കിപ്പെട്ട് ഞാനും കേരളത്തിന് വെളിയിലേക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ളൊരു പ്രശസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു. ഈ റാഗിങ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും റാഗിങ് എന്താണെന്ന് അനുഭവിച്ചത് ആ കോളേജ് ചെന്നതിന് ശേഷമാണ്. അഭിമാനത്തോടെ ഇന്നും പറയാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ പോലും ഇതുവരെ റാഗ് ചെയ്തിട്ടില്ല, നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ. പക്ഷേ 99% കുട്ടികളും ഞങ്ങൾ റാഗിങ് അനുഭവിച്ചു. അപ്പം ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ ജൂനിയേഴ്സ് വരുമ്പോൾ അവരുടെ പുറത്തേക്കും കൂടെ അത് കാണിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോൾ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ സാധ്യതയുള്ളൊരു സ്പേസാണ്, അതിന് ഈ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ അങ്ങനെ റാഗ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും വീഡിയോ കാണുകയും അയാൾക്ക് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാം. തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ഈ കോളേജിലേക്ക് ചെല്ലുന്നു, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള വകുപ്പേ ഉള്ളൂ. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നു. ആ ഒരൊറ്റ ക്യാമ്പസ് എന്ന് പറയുന്നത്, ആ ക്യാമ്പസിൽ 3-4 എഞ്ചിനീയറിംഗ് കോളേജും ലേഡീസ് ഹോസ്റ്റൽ ഉൾപ്പെടെ ഏകദേശം 5-6 ഹോസ്റ്റൽസും ഉണ്ട്. അതിൽ ഭാരതി എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും, ഇവിടെ നിന്ന് എൻ്റെ ഒരു 7-8 സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാനും എൻ്റെ ആ സുഹൃത്തുക്കളും ഭാരതി എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത്, ഞങ്ങൾ ചെന്ന ദിവസം എന്ന് പറയുന്നത് ഈ സീനിയേഴ്സിനെല്ലാം ലീവ് ഇട്ടിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് സീനിയേഴ്സ് ഒന്നും ഉണ്ടായില്ല. ഏകദേശം 2-3 ദിവസത്തിന് ശേഷം ഈ സീനിയേഴ്സ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ പിള്ളേരെല്ലാം വളരെയധികം പേടിച്ചിരിക്കുകയാണ്. ഈ സീനിയേഴ്സ് വരുന്ന നമ്മൾ കേട്ടിട്ടുള്ള, അവിടെ എത്തിയതിനു ശേഷം കേട്ടിട്ടുള്ള പല കാര്യങ്ങളും. അങ്ങനെ സീനിയേഴ്സ് വരുന്നു, ഓരോ റൂമിലായിട്ട് ഓരോ ഗ്യാങ് ആയിട്ട് ഓരോ റൂമിൽ കയറി റൗണ്ട്സ് ആണ് നടത്തുന്നത്. ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് പരിചയപ്പെടൽ ദിവസമാണ്. അപ്പോൾ പരിചയപ്പെടലിന്റെ ദിവസം അവർ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് ഇവരെല്ലാം മാസ്റ്റേഴ്സും നമ്മളെല്ലാം സ്ലേവ്സുമാണ്, യജമാനൻ അടിമ, ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഒരു അടിമയെ എങ്ങനെയാണ് പണ്ട് കാലത്ത് ആളുകൾ ട്രീറ്റ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആ രീതിയിലാണ് ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവരെന്ത് പറഞ്ഞാലും കേൾക്കണം. ഇവർക്ക് സന്തോഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത്, ഫാൻ ഊതി കറക്കുക, അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ട്യൂബ് ലൈറ്റ് ഊതി അണയ്ക്കണം, ചീപ്പ് തന്നിട്ട് ഒറ്റക്കാലിൽ നിന്ന് ആ ചീപ്പിന്റെ പല്ലെണ്ണണം, ഒരു കോളേജിന്റെ പേരും കൂടെ വെച്ചിട്ടുള്ള സെല്യൂട്ട് എന്ന് പറയുന്ന സെല്യൂട്ടുണ്ട്, ആ സെല്യൂട്ട് അടിച്ച് കാണിക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ. വെള്ളം തീരുമ്പോൾ കുപ്പി മേളിൽ നിന്ന് ഇട്ട് തരും, ആ കുപ്പി എടുത്തിട്ട് നമ്മൾ വെള്ളം നിറച്ച് തിരിച്ച് മേളിൽ കൊണ്ട് കൊടുക്കണം. അതുപോലെ ഫുഡിന്റെ സമയമാകുമ്പോൾ, വൈകുന്നേരങ്ങളിൽ ഫുഡിന്റെ സമയമാകുമ്പോൾ ഒരു ബെല്ലടിക്കും ക്യാൻറ്റീനിൽ. അപ്പം നമ്മുടെ ഹോസ്റ്റലിനോട് ചേർന്ന് തന്നെയാണ് ക്യാൻറ്റീനിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ ഇവർ മേളിൽ നിന്ന് പ്ലേറ്റ് ഇട്ട് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേറ്റ് എടുത്തിട്ട് യുവമാർക്ക് പോയി ഫുഡ് വാങ്ങിച്ച്, നമ്മൾ കഴിച്ചോ കഴിച്ചില്ലേ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യുവമാർ പ്ലേറ്റ് ഇട്ട് വരും, നമ്മൾ ഈ പ്ലേറ്റും കൊണ്ട് പോയി യുവമാർക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ മുകളിൽ കയറി ചെന്ന് യുവമാർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണം. കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണോ ഈ ഫുഡ് കൊണ്ട് കൊടുത്തത് അവിടെ ചെന്നിട്ട് യുവമാർ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് വന്ന് താഴെ കൊണ്ടുപോയി കഴുകി പാത്രം തിരിച്ചുകൊണ്ട് കൊടുക്കണം. യുവമാർക്ക് റെക്കോർഡ് എഴുതാനുണ്ടെങ്കിൽ നമ്മൾ ആ റെക്കോർഡ് എഴുതി കൊടുക്കണം, വരയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ വരച്ചു കൊടുക്കണം. രാവിലെ ബാത്റൂമിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേന്ന് ബക്കറ്റിൽ വെള്ളം ചുമന്നുകൊണ്ട് ഇവന്മാർക്ക് മുകളിൽ കൊണ്ട് കൊടുക്കണം. ഒരു അടിമ എന്തൊക്കെ ജോലികൾ ചെയ്യുമോ ആ ജോലികളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഇവന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഇപ്പൊ സംഭവിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ കേൾക്കാൻ പോകുന്നു, കൂട്ടം കൂടിയുള്ള ഇടി, അക്രമം. കോളേജിൽ മാത്രമല്ല, കോളേജിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള മർദ്ദനങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ അവിടെ പഠിച്ച കുട്ടികൾക്കറിയാം, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഗുരുവായൂർ എക്സ്പ്രസിലാണ്. തിരുനെൽവേലിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് ഗുരുവായൂർ എക്സ്പ്രസിലാണ്. 99% അല്ലെങ്കിൽ 90% സ്റ്റുഡൻസും വരുന്നത്. അപ്പോൾ ഈ സോ കോൾഡ് കോളേജിന്റെ ഇടിവണ്ടി എന്നാണ് ഈ ഗുരുവായൂർ എക്സ്പ്രസിന് അറിയപ്പെടുന്നത്. കോളേജ് വെച്ചുള്ള പോരാഞ്ഞിട്ട് സീനിയേഴ്സ് കൂട്ടം കൂടി ഈ ട്രെയിനിനകത്ത് കയറി ആളുകളെ ഇടിക്കുന്ന അങ്ങനെ കുറെ പരിപാടികളൊക്കെയാണ്. നീർക്കോലിക്കും വിഷമുണ്ടാകും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സീനിയർ ജൂനിയർ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മുടെ 10 പോലും ഇല്ലാത്ത ഒരുത്തം പോലും നമ്മുടെ മെക്കിട്ട് കയറുകയും നമ്മളെ ചൊറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, നമുക്കൊന്നും മിണ്ടാൻ പറ്റാതെ കേട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ കോളേജിൽ ഉണ്ടാകുന്നത്. പല കോളേജിലും ആന്റി റാഗിങ് സ്ക്വാഡ്, ആന്റി റാഗിങ് സെൽ എന്നൊക്കെ പറയുന്നത് പ്രഹസനം മാത്രമാണ്. ഈ ഏറ്റവും വലിയ റാഗ് ചെയ്യുന്നവന്മാർ തന്നെയായിരിക്കും ഈ ആന്റി റാഗിങ് സെല്ലിന്റെ ആന്റി റാഗിങ് സ്ക്വാഡിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലൈന്റ് പറയാൻ ചെല്ലേണ്ടത് നമ്മളെ റാഗ് ചെയ്തവന്റെ അടുത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അതൊക്കെ ഭയങ്കര കോമഡിയാണ് പല കോളേജിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ യജമാനൻ അടിമ എന്നുള്ള ലെവലിൽ അവർക്ക് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മാക്സിമം ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യും. ഇതിന് പുറമെ വെളിയിലിറങ്ങി കഴിഞ്ഞാലുള്ള പല അക്രമങ്ങളും കാര്യങ്ങളും, പിന്നെ പൈസ വാങ്ങിക്കലും, അതുപോലെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, നമ്മുടെ ബക്കറ്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മറ്റു പല സോപ്പ് പൊടി അല്ലെങ്കിൽ
അങ്ങനെയുള്ള പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുക. ഈവൻ ഷർട്ട് ഉൾപ്പെടെ ചിലപ്പം ചിലവന്മാർക്ക് ഇടാനുള്ള ഷർട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വന്ന് ഷർട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചോദിക്കാനോ പറയാനൊന്നും പാടില്ല. ഇവിടെ നിന്ന് വീട്ടുകാർ കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ആയിരിക്കും ഈ കുട്ടികൾക്ക് ബുക്കും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നു പറയുമ്പോൾ പുതിയ ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും അവൻ അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവന് വീട്ടുകാർ കടം വാങ്ങിച്ചിട്ടായിരിക്കും ഈ ഷർട്ടും പാൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവനെ കോളേജിലേക്ക് വിടുന്നത്. ഈ ഉടുപ്പില്ലാത്ത ജന്തു, ഈ നികൃഷ്ട ജന്തുക്കൾ ഇവർ വന്നിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇവന്മാരുടെ ഷർട്ട് പാൻറ് മറ്റു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഉള്ള 1-2 ഡ്രസ്സ് ഇട്ട് വേണം ഈ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വന്നവൻ ഇട്ടുകൊണ്ട് പോകാനുള്ളത്. ഈ മറ്റവന്മാർ വരുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നുമല്ല, വെറുതെ വീട്ടുകാരെ മുടിപ്പിക്കാനും ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ നികൃഷ്ട ജന്തുക്കളാണ് ഇവന്മാർ. അങ്ങനെയുള്ള ഈ പീഡനങ്ങളെല്ലാം സഹിച്ചിട്ട് വേണം ജൂനിയർ എന്ന് പറയുന്ന ആദ്യത്തെ വർഷം തള്ളി നീക്കാൻ. സെക്കൻഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞാലും വലിയ രീതിയിൽ ഒരു കുറവില്ല, എന്നാലും കുറേയൊക്കെ ആശ്വാസം ഉണ്ടാവും. മറ്റൊരുപാട് പിള്ളേർ ഇടികൊള്ളുകയും ഒരുപാട് ശാരീരിക ഉപദ്രവങ്ങൾ സഹിക്കുകയും ഇതിന്റെ 10 ഇരട്ടി പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കുറേയൊക്കെ ഇതൊക്കെ സഹിക്കും. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജൂനിയേഴ്സ് വരുമ്പോൾ ഇവരനുഭവിച്ചതിന്റെ ആ ഒരു സ്ട്രെസ്സും ആ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം ഇവരുടെ ജൂനിയേഴ്സിന്റെ പുറത്തോട്ടാണ് തീർക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ജൂനിയേഴ്സ് അവരനുഭവിച്ചതിന്റെ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ അവരുടെ ജൂനിയേഴ്സ് വരുമ്പോൾ തീർക്കും. അങ്ങനെ ഇതൊരു ചെയിൻ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റാഗിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ ഉള്ളൊരൊറ്റ പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് റൂട്ടിൽ നിന്ന്, ബേസിൽ നിന്ന് ഫസ്റ്റ് ഇയേഴ്സ് മുതലേ റാഗിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഫസ്റ്റ് ഇയേഴ്സ് മുതൽ റാഗിങ് അനുഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ ആന്റി റാഗിങ് സെൽ എന്നൊക്കെ പറയുന്ന പല കോളേജിലും ഉള്ളത് കോമഡിയാണ്. ശരിക്കും ഞാൻ പറഞ്ഞിട്ട് ഓരോ വലിയ കോളേജിലും ഒരു റൂം കൊടുത്തിട്ട് ആ റൂമിൽ ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫ്, അതായത് ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു പോലീസ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു നിയമപാലകനെ ഇരുത്തുക. എന്നിട്ട് അവിടെ ചെന്ന് ഈ കുട്ടികൾക്ക് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. കോളേജ് അധികൃതരോട് ബന്ധപ്പെടാതെ ഡയറക്റ്റ് ഈ പോലീസുകാരനോട് ചെന്ന് കംപ്ലൈന്റ് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. കാരണം 99% സ്റ്റുഡൻസും ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല, അതിന് മെനക്കെടുകയില്ല. ഞാനീ പറഞ്ഞ പോലെ ഓരോ ക്യാമ്പസിലും ഓരോ കോളേജിലും ഓരോ വലിയ ക്യാമ്പസിലും ഒരു റൂമിൽ ഒരു പോലീസുകാരനായിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത്രത്തോളം ജോലി സാധ്യത പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുകയും ചെയ്യും. ഓരോ സ്റ്റുഡൻസിനും ഡയറക്റ്റ് ചെന്നിട്ട് ഇയാളോട് നേരിട്ട് കംപ്ലൈന്റ് പറയുകയും ചെയ്യും. അങ്ങനെ റൂട്ട് ലെവലിൽ നിന്ന് ഈ റാഗിങ് ഒഴിവാക്കിയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഒരുപാട് സിദ്ധാർത്ഥന്മാർ മരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതുപോലുള്ള റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്രമിക്കപ്പെട്ട് മാനഭംഗപ്പെട്ട് ഒരുപാട് ആത്മഹത്യകളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും റാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, അതൊരിക്കലും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും നിങ്ങളുടെ ഹീറോയിസും അല്ല. നിങ്ങളുടെ ഉള്ളിലെ നികൃഷ്ട ജീവിയെ പുറത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വൈകൃതമുള്ള വ്യക്തിത്വം പുറത്ത് കാണിക്കുന്ന ഒരു സ്വഭാവം മാത്രമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. ഒരു തലത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫേസ് ടു ഫേസ് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാർക്ക് തർക്കം ഉണ്ടായി അവർ തമ്മിൽ വഴക്കുണ്ടാക്കി പരസ്പരം പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ 1-2 അടിച്ചു തീർക്കുകയോ ചെയ്യുന്ന പോലല്ല റാഗിങ് എന്ന പേരിൽ ഒരു കൂട്ടം സീനിയേഴ്സ് ഒരു ജൂനിയറിനെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവനെ അടിമയാക്കി വെക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇതിന് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ഈ റാഗിങ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. മാധ്യമങ്ങൾ 1-2 ദിവസങ്ങൾ അത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അവരുടെ വഴിക്ക് പോകും. നഷ്ടപ്പെടുന്നത് ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ മുഴുവൻ മനസ്സിൽ വെച്ച് ഒരു കുഞ്ഞിനെ അവന് വേണ്ടതൊക്കെ കൊടുത്ത് അവനെ വളർത്തി വലുതാക്കി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവനെ ഒരു കോളേജിലേക്ക് പറഞ്ഞു വിട്ട് കടവും വായിച്ച് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവന് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ കൂടിയാണ് അവിടെ തകരുന്നത്. ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ. ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു മകൻ മാത്രമുള്ള അച്ഛനും അമ്മയും അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ജീവിതം ഏകദേശം അവിടെ കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ആയിരിക്കും അവർക്ക് തോന്നാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ഹീനമായിട്ടുള്ള വൈകൃതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഇതിനെതിരെയുള്ള കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മരണപ്പെട്ട സിദ്ധാർത്ഥിന് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.